Hi all, welcome to the new lecture of discrete mathematics. നമ്മൾ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ മോഡ്യൂൾ 3-ലെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസസ് ആണ്. ഇതോടുകൂടി മോഡ്യൂൾ 3 അവസാനിക്കും. ഇതിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, നമുക്കത് പറഞ്ഞുതരാം. ഞാൻ എന്തായാലും നാളെ നിങ്ങൾക്കൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വയ്ക്കുക. ചില ഇമ്പോർട്ടൻറ്റ് പ്രൂഫ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എ ലാറ്റിസ് എൽ ഈസ് സെഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഇഫ് ഫോർ എനി എക്സ് വൈ സെഡ് എലമെന്റ് ഓഫ് എൽ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഹോൾഡ്. അത് ഈ താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏത് എക്സ് വൈ സെഡ് എടുത്താലും ഏത് മൂന്ന് എലമെന്റ്സ് എല്ലിൽ എടുത്താലും ഈ രണ്ട് കണ്ടീഷൻസ്, അതായത് എക്സ് ഡിസ്ജങ്ഷൻ വൈ കൺജങ്ഷൻ ഇസെഡ് ഇസ് ഈക്വൽ ടു എക്സ് ഡിസ്ജങ്ഷൻ വൈ കൺജങ്ഷൻ എക്സ് ഡിസ്ജങ്ഷൻ ഇസെഡ്, അതുപോലെ എക്സ് കൺജങ്ഷൻ വൈ ഡിസ്ജങ്ഷൻ ഇസെഡ് ഇസ് ഈക്വൽ ടു എക്സ് കൺജങ്ഷൻ വൈ ഡിസ്ജങ്ഷൻ എക്സ് കൺജങ്ഷൻ ഇസെഡ്. ഈ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലാറ്റിസിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്, ഇതിനെ നമ്മൾ പറയുക ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒബേ ചെയ്യുന്ന ലോസ് എന്ന് വേണം പറയാം. രണ്ടെണ്ണം ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഒബേ ചെയ്യുന്ന ലാറ്റിസുകളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്താൽ മറ്റേ കണ്ടീഷനും ഹോൾഡ് ചെയ്യും, ഇനി മറ്റേ കണ്ടീഷൻ ഹോൾഡ് ചെയ്താൽ അടുത്ത കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അപ്പോൾ 1ഉം 2ഉം ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് 1 സാറ്റിസ്ഫൈ ചെയ്താൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്യും, 2 സാറ്റിസ്ഫൈ ചെയ്താൽ 1ഉം സാറ്റിസ്ഫൈ ചെയ്യും. അത് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി യൂസ് ചെയ്തിട്ട് പറയാവുന്നതാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൺജങ്ഷന് പകരം ഡിസ്റ്റങ്ഷൻ കൊടുക്കുക, ഡിസ്റ്റങ്ഷന് പകരം കൺജങ്ഷൻ കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സാറ്റിസ്ഫൈ ചെയ്താൽ രണ്ടാമത്തെയും സാറ്റിസ്ഫൈ ചെയ്യും, രണ്ടാമത്തെ സാറ്റിസ്ഫൈ ചെയ്താൽ ആദ്യത്തെയും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചാൽ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആണെന്ന് പറയാൻ പറ്റും. രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യണം, പക്ഷേ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ മറ്റേത് ഈക്വലൻ്റ്ലി ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്താൽ മതി. ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലാത്ത ലാറ്റിസുകളെ നമ്മൾ നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയും. ഇഫ് എ ലാറ്റിസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ഇറ്റ് ഈസ് കോൾഡ് നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പവർ സെറ്റ് എടുക്കുക. പവർ സെറ്റിൽ സബ്സെറ്റ് റിലേഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആണ്. കാരണം സബ്സെറ്റിനകത്തുള്ള പവർ സെറ്റിനകത്തുള്ള ഏത് രണ്ട് സബ്സെറ്റ് എയും ബിയും എടുത്താൽ എയും ബിയും സിയും എടുക്കുക, എയും ബിയും സിയും എടുത്താലും എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ആയിരിക്കും. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇവിടെ കൺജങ്ഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ആണ്, അതുപോലെ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്നത് യൂണിയൻ ആണ്. ഓക്കെ, അപ്പോൾ എ കൺജങ്ഷൻ ബി ഡിസ്ജങ്ഷൻ സി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയോട് ഈക്വൽ ആണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. യൂണിയനും ഇന്റർസെക്ഷനും ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഹോൾഡ് ചെയ്യും എന്നുള്ളത് സെറ്റ് തിയറിയിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ്. പണ്ട് നിങ്ങൾ +1 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്ന റിസൾട്ടാണ്. അതുകൊണ്ട് ഇത് വീണ്ടും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ആണ്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി ആണ്. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഹോൾഡ് ചെയ്യും. സോ ദ ഗിവൺ ലാറ്റിസ്, അതായത് പവർ സെറ്റ് അണ്ടർ ദ സബ്സെറ്റ് റിലേഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലാത്ത ഒരു ലാറ്റിസിന് എക്സാമ്പിൾ വേണം. ഗിവ് എക്സാമ്പിൾ ഓഫ് എ ലാറ്റിസ് വിച്ച് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ്. അപ്പോൾ നമ്മളൊരു ലാറ്റിസ് വരയ്ക്കുകയാണ്, ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലാത്ത ലാറ്റിസിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ലീസ്റ്റ് എലമെൻറ്റും മാർക്ക് ചെയ്യുക. ഗ്രേറ്റസ്റ്റ് എലമെൻറ്റിനെ 1 എന്നും ലീസ്റ്റ് എലമെൻറ്റിനെ 0 എന്നും എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിത് എ ബി സി 3 പോയിന്റ്സ് എടുക്കുക. 0 ഈസ് റിലേറ്റഡ് ടു എ ആണ്, 0 ഈസ് റിലേറ്റഡ് ടു ബി ആണ്, 0 ഈസ് റിലേറ്റഡ് ടു സി ആണ്. എന്നാൽ ഇതെല്ലാം എങ്ങോട്ടും റിലേറ്റഡ് ആണ്, 1ലേക്കും റിലേറ്റഡ് ആണ്. എ ഈസ് റിലേറ്റഡ് ടു 1 ആണ്, ബി ഈസ് റിലേറ്റഡ് ടു 1 ആണ്, സി ഈസ് റിലേറ്റഡ് ടു 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുമ്പോൾ എ കൺജങ്ഷൻ ബി ഡിസ്റ്റങ്ഷൻ സി എടുക്കുക. ബി ഡിസ്റ്റങ്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇതാണ് നമ്മുടെ വരുന്നത്. നമ്മുടെ ഹെസി ഡയഗ്രാം ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഇത് സി, ഇത് ബി, ഇത് എ, ഇത് 1. ഓക്കെ, അപ്പോൾ ഇവിടെ എ കൺജങ്ഷൻ ബി ഡിസ്റ്റങ്ഷൻ സി. അപ്പോൾ ബി ഡിസ്റ്റങ്ഷൻ സി എന്ന് പറഞ്ഞാൽ ബിൻ്റെയും സിൻ്റെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്, ബിയുടെയും സിയുടെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് 1 ആണ്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള ഐ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് 1 ആണ്. ഓക്കെ, ഉദ്ദേശിച്ചിട്ടുള്ളത് 1 ആണ്. അപ്പോൾ എ കൺജങ്ഷൻ 1 എന്നാവും. എയുടെയും 1ൻ്റെയും കൺജങ്ഷൻ ലേറ്റസ്റ്റ് ലോവർ ബോണ്ട് എ ഇസ് റിലേറ്റഡ് ടു 1 ആണ്. സോ എയുടെയും 1ൻ്റെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. ഓക്കെ, കാരണം എ ഇസ് റിലേറ്റഡ് ടു 1 ആണ്. സോ എയുടെയും 1ൻ്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് അല്ലെങ്കിൽ ഇൻഫിമം എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. ഇനി എ കൺജങ്ഷൻ ബി എടുക്കുക. എ കൺജങ്ഷൻ ബി എടുത്താൽ എയും ബിയും റിലേറ്റഡ് അല്ല. അപ്പോൾ എ കൺജങ്ഷൻ ബിയുടെ കൺജങ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇൻഫിമം, എയുടെയും ബിയുടെയും ഇൻഫിമം, ദാറ്റ് ഈസ് ലീസ്റ്റ് അപ്പർ ബോണ്ട് അല്ല ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ ആൻഡ് ബി. ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് എ ഓഫ് ബി ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് 0 കിട്ടും. എ കൺജങ്ഷൻ ബി എന്ന് പറയുന്നത് 0 കിട്ടും. എ കൺജങ്ഷൻ സിയും എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ ദിസ് ഈസ് 0 കൺജങ്ഷൻ 0. 0 കൺജങ്ഷൻ 0 ഈസ് 0. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് എ ആണ്. ബോത്ത് ആർ ഡിഫറെൻറ്റ്. എ ആൻഡ് 0 ആർ ഡിഫറെൻറ്റ്. സോ എ കൺജങ്ഷൻ ബി ഡിസ്റ്റങ്ഷൻ സി നോട്ട് ഈക്വൽ ടു എ കൺജങ്ഷൻ ബി ഡിസ്റ്റങ്ഷൻ എ കൺജങ്ഷൻ സി. സോ എൽ ഈസ് നോട്ട് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. എൽ എന്തല്ല, ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് അല്ല. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് അല്ലാത്തതിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ എ വളരെ സിമ്പിളാണ്. എ കൺജങ്ഷൻ ബി ഡിസ്റ്റങ്ഷൻ സി എന്തിനോട് പ്രൂവ് ഈക്വൽ അല്ല എന്ന് കാണിക്കണം. എ കൺജങ്ഷൻ ബി ഡിസ്റ്റങ്ഷൻ എ കൺജങ്ഷൻ സിന്ന് ഈക്വൽ അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള ലാറ്റീസിന് എക്സാമ്പിൾ നോക്കി, ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലാത്ത ലാറ്റീസിനും എക്സാമ്പിൾ നോക്കി. അടുത്തൊരു പ്രോബ്ലം, എക്സാമിൻ വെദർ ദ ഗിവൻ ലാറ്റീസ് ഇൻ ദ ഫിഗർ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓർ നോൺ ഡിസ്ട്രിബ്യൂട്ടീവ്. ഈ ഒരു ഹെസി ഡയഗ്രാമിൽ തന്നിട്ടുള്ള ലാറ്റീസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ എ ഡിസ്റ്റങ്ഷൻ ബി കൺജങ്ഷൻ സി കണ്ടുപിടിക്കുക. ബി കൺജങ്ഷൻ സി എന്താ വരിക, നമ്മുടെ ഡയഗ്രാം ഇതാണ്. ഇവിടെ 0, ഇവിടെ സി, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ 1. ഓക്കെ, അപ്പോൾ എ ഡിസ്റ്റങ്ഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും 0ൻ്റെയും ഗ്രേറ്റസ്റ്റ് അപ്പർ ബോണ്ട്, ലീസ്റ്റ് അപ്പർ ബോണ്ട്, എയുടെയും 0ൻ്റെയും സുപ്രീമം. അതായത് എയുടെയും 0ൻ്റെയും സുപ്രീമം എ റിലേറ്റഡ് ടു 0 ആണെങ്കിൽ അത് എ തന്നെയായിരിക്കും. ഓക്കെ, കാരണം 0 എയോട് റിലേറ്റഡ് ആണ്, അതുകൊണ്ട് അത് എ ആയിരിക്കും. അതുപോലെ എ ഡിസ്റ്റങ്ഷൻ ബി ആണ്. എ ഡിസ്റ്റങ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ബി കൺജങ്ഷൻ സി എങ്ങനെയാ 0 ആയത്, ബിയും സിയും ബിയുടെയും സിയുടെയും 0 ഈസ് റിലേറ്റഡ് ടു സി ആൻഡ് 0 ഈസ് റിലേറ്റഡ് ടു ബി ആണ്. 0നേക്കാളും ചെറിയൊരു നമ്പർ ഇത് രണ്ടിനെയും ഒന്നിച്ച് റിലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബി കൺജങ്ഷൻ സി എന്ന് പറഞ്ഞാൽ ബിയുടെയും സിയുടെയും ഇൻഫിമം, ബിയുടെയും സിയുടെയും ഇൻഫിമം ഇവിടെ 0 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എ ഡിസ്റ്റങ്ഷൻ 0 എന്ന് വന്ന്, ദാറ്റ് ഈസ് എ. അടുത്ത എ ഡിസ്റ്റങ്ഷൻ ബി എടുക്കുക. എ ഡിസ്റ്റങ്ഷൻ ബി എന്താ, എ ഡിസ്റ്റങ്ഷൻ ബി ഈസ് ബി ആണ്. ഓക്കെ, എ ഡിസ്റ്റങ്ഷൻ സി 1 ആണ്. അപ്പോൾ ബി കൺജങ്ഷൻ 1 എന്ന് വരും. ബി കൺജങ്ഷൻ 1 ഈസ് ബി. അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു ബി ആണ്. സോ എ ഡിസ്റ്റങ്ഷൻ ബി കൺജങ്ഷൻ സി നോട്ട് ഈക്വൽ ടു എ ഡിസ്റ്റങ്ഷൻ ബി കൺജങ്ഷൻ എ ഡിസ്റ്റങ്ഷൻ സി. സോ ദ ഗിവൻ ലാറ്റിസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ്. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഏതെങ്കിലും 3 എലമെന്റ്സ് എടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ആ എലമെന്റിന് ട്രൂ ആണെങ്കിൽ വേറെ ഏതെങ്കിലും സെറ്റ് ഓഫ് 3 എലമെന്റ്സ് എടുക്കണം. പക്ഷെ ആ എലമെന്റിന് ഫാൾസ് ആണെങ്കിൽ നമ്മൾ വേറെ സെറ്റ് ഓഫ് എക്സാമ്പിൾസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആണെങ്കിൽ നമ്മൾ ഏത് 3 എലമെന്റ്സ് എടുത്താലും അത് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. അപ്പോൾ ഏതെങ്കിലും 3 എലമെന്റ്സിന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടീവ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിന്റെ ഐഡിയ. അപ്പോൾ നമ്മൾ തേർഡ് മോഡ്യൂൾ കുറച്ച് വലിയ മോഡ്യൂളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. റിലേഷൻസ്, ഇക്വാലൻസ് റിലേഷൻസ്, പൊസസിൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ലാറ്റിസസ്, ഇത്രയാണ് നിങ്ങൾക്ക് തേർഡ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും തിയറംസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തിയറംസ് എഴുതി പഠിക്കുക. ഇനി നമുക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് കോൺടാക്ട് ക്ലാസ്സസ് കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നാളെ മുതൽ നമുക്ക് മോഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.